നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് യൂണിറ്റ് 8 ആണ്, കോസസ് ആൻഡ് ഇഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഇപ്പം നമ്മൾ ഇൻഫ്ലേഷനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകാം, അതുപോലെ ഇൻഫ്ലേഷൻ പല ആളുകളിലും ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഇഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് ഡിസ്ഇൻഫ്ലേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഫ്ലേഷന്റെ കോസസ് എന്ന് നോക്കാം. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇനിഷ്യൽ പ്രോസസ് വി ക്ലാസിഫൈ ഇൻഫ്ലേഷൻ ടു 2 ടൈപ്സ്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ പ്രോസസ് അനുസരിച്ച് ഇൻഫ്ലേഷനെ നമ്മൾ ഡിമാൻഡ് പുൾ ഓർ ഡിമാൻഡ് സൈഡ് ഇൻഫ്ലേഷൻ എന്നും കോസ്റ്റ് പുഷ് അല്ലെങ്കിൽ സപ്ലൈ സൈഡ് ഇൻഫ്ലേഷൻ എന്നും പറയാം. ഓക്കെ, ഡിമാൻഡ് പുൾ ഓർ ഡിമാൻഡ് സൈഡ് ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ഓർ സപ്ലൈ സൈഡ് ഇൻഫ്ലേഷൻ. നോക്കാം, ഡിമാൻഡ് സൈഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിമാൻഡ് കൂടുന്നു, അതായത് കൺസംഷൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ്, ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഇങ്ങനെയുള്ള ഡിമാൻഡ് കൂടുമ്പോൾ സാധനങ്ങളുടെ വില കൂടുന്നു, അങ്ങനെ ഇൻഫ്ലേഷൻ ഉണ്ടാകും. അതിനെ നമ്മൾ ഡിമാൻഡ് സൈഡ് ഇൻഫ്ലേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത് നോക്കുക, അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഇൻക്രീസ് ഉണ്ടാകും. ഇത് സപ്ലൈ കർവ് ആണ്, ഇത് സപ്ലൈ ഇങ്ങനെ പോകുന്നു. ഇത് ലോങ് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ആണിത്. അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വേരിയേഷൻ ഉണ്ടാകുന്നതനുസരിച്ച് പ്രൈസ് P1 നിന്ന് P2 ആവുന്നു, P3 ആവുന്നു, P4 ആവുന്നു, ഇങ്ങനെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ലെവൽ വരെ സപ്ലൈ ഇങ്ങനെ കൂടിയിട്ട് പിന്നെ ആ സപ്ലൈ എന്തായി മാറുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു. അപ്പോഴും എന്താണ്? ഡിമാൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ പ്രൈസ് ലെവൽ കൂടുന്നു. ഇതിനാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അടുത്ത സപ്ലൈ സൈഡ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ്, വേജ് പുഷും അതുപോലെ തന്നെ പിന്നെ വേജും പിന്നെന്താ വരുന്നത്? പ്രോഫിറ്റ്. യെസ്, വേജും പ്രോഫിറ്റ് രണ്ടും കൂടെ ചേരുന്നതാണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് സാധനങ്ങളുടെ വില കൂടുമ്പോൾ ലേബറേഴ്സ് എന്ത് ചെയ്യും? ഹൈ വേജിന് വേണ്ടി ഡിമാൻഡ് ചെയ്യും, അവർ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ വേജ് കൂട്ടിയേ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെ വേജ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും കോസ്റ്റ് കൂടും. കോസ്റ്റ് കൂടുമ്പോൾ ആ കോസ്റ്റ് കുറയ്ക്കാൻ ആർക്ക് പറ്റില്ല? നമ്മുടെ എംപ്ലോയേഴ്സിന് പറ്റില്ല, അല്ലേ? അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ വേജ് കൂട്ടിയത് കൊണ്ട് ഇവർക്ക് വേറെ മാർഗമില്ലാതെ വരുമ്പം ഇവരെന്താ ചെയ്യുന്നത്? സാധനങ്ങളുടെ വില കൂട്ടും. കാരണം അവർക്ക് പ്രോഫിറ്റ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സാധനങ്ങളുടെ വില കൂട്ടിയിട്ട് ഈ ഒരു നഷ്ടം നികത്തും. ഇതിനെയാണ് ഇപ്പൊ വേജ് കൂടിയതിന്റെ ഫലമായിട്ട് അപ്പോൾ സാധനങ്ങളുടെ വില കൂടിയില്ലേ? സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഇൻഫ്ലേഷൻ വീണ്ടും ഉണ്ടായി. ഇപ്പൊ ഈ ആക്ച്വലി ഇൻഫ്ലേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ്? വേജ് കൂട്ടിയത് കൊണ്ട് ഉണ്ടായ ഇൻഫ്ലേഷൻ. അതുകൊണ്ടാണ് ഇതിനെ വേജ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ വേജ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയേഴ്സ് ശ്രമിക്കുകയും സാധനങ്ങളുടെ വില കൂട്ടുക തന്നെ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് പുഷ് ഇൻഫ്ലേഷൻ. അപ്പോൾ പ്രോഫിറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? സാധനങ്ങളുടെ വില കൂടും, അല്ലെ? കാരണം നമ്മുടെ പ്രൈസ് കുറയുന്നില്ലല്ലോ, സാധനങ്ങളുടെ പ്രൈസ് കുറയുന്നുമില്ല, പ്രോഫിറ്റ് കുറയ്ക്കാൻ പറ്റത്തുമില്ല, വേജ് കൂട്ടുകയും ചെയ്തു. അങ്ങനെ ഈ രണ്ടുകൂടെ ചേരുന്നതാണ് വേജ് പ്രൈസ് സ്പൈറൽ എന്നാണ് പറയുന്നത്. അപ്പൊ ആ രണ്ടുകൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ അഥവാ സപ്ലൈ സൈഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ ഡിമാൻഡ് അങ്ങനെ തന്നെ നിൽക്കുന്നു, സപ്ലൈ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ ഇവിടെ AS1 സപ്ലൈ ചെയ്തിരുന്ന സ്ഥാനത്ത് AS2 ആയിട്ട് കുറയാണ്, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈസ് കൂടുന്നു. ഇതാണ് ഇൻഫ്ലേഷൻ. അടുത്ത നമ്മൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഇവിടെ ഒന്ന് കൊണ്ടുവരികയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു MV = PY അല്ലെങ്കിൽ MV = PT എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? അപ്പോൾ ഈ ക്വാണ്ടിറ്റി തിയറിയിൽ 2-3 അസംഷൻസ് ഉണ്ട്. ദാറ്റ് മണി ഈസ് ന്യൂട്രൽ, അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. മണി ഈസ് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ മണിക്ക് ന്യൂട്രൽ റോളേ ഉള്ളൂ എന്നുള്ളതാണ്. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ അറിയാം നമുക്ക്, അതായത് എത്ര നമ്പർ ഓഫ് ടൈംസ് മണി മൂവ്സ് ഫ്രം വൺ ഹാൻഡ് ടു അനദർ. അതുപോലെ കോൺസ്റ്റന്റ് ഫോർ എനി ഗിവൺ സിറ്റുവേഷൻ. വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ് ഏതൊരു ഗിവൺ സിറ്റുവേഷനിലും. ഇത്രയും കാര്യങ്ങൾ അവിടെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഇത് പറയാനായിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന് വേണ്ടിയിട്ടും അതിൽ ഫുൾ എംപ്ലോയ്മെന്റ് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിഫറെന്റ് മെഷേഴ്സ് എടുക്കുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയെ മോണിറ്റാരിസ്റ്റിന്റെ വേർഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ റീകോൾ ചെയ്യാണ്. ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ചിനെ നമ്മളിവിടെ റീകോൾ ചെയ്യുന്നു ഇൻഫ്ലേഷനിൽ. ഇനി നമ്മൾ സ്ട്രക്ചറൽ തിയറി ഓഫ് ഇൻഫ്ലേഷൻ ആണ്. സ്ട്രക്ചറൽ തിയറി ഓഫ് ഇൻഫ്ലേഷന് അപ്പൊ ഇവിടെ ഈ മോണിറ്റാരിസ്റ്റ് തിയറിയിൽ എക്സ്പാൻഷൻ ഓഫ് മണി സപ്ലൈ കുഡ് റിസൾട്ട് ഇൻ ഹയർ ഇൻഫ്ലേഷൻ. ഇപ്പൊ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ ഹയർ ഇൻഫ്ലേഷനിലേക്ക് നയിക്കും.
അപ്പം അതുകൊണ്ട് അപ്രോപ്രിയേറ്റ് റെഗുലേഷൻ മണി സപ്ലൈയിൽ ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു തിയറി പ്രകാരം നമ്മൾ മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ, കാരണം അവിടെ നമ്മൾ ഓർക്കുന്നുണ്ടാവും, അതായത് പ്രൈസ് ലെവലും മണി സപ്ലൈയുമായിട്ട് പ്രൊപ്പോർഷനേറ്റ് റിലേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ പ്രൈസ് ലെവൽ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ ഇൻഫ്ലേഷൻ കൂടുക എന്നാണ് അർത്ഥം. അപ്പൊ ഇൻഫ്ലേഷനെ നമ്മൾ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ തിയറിക്ക് വാലിഡിറ്റി വരുന്നുള്ളൂ. അതുപോലെ സ്ട്രക്ചറൽ തിയറി ഓഫ് ഇൻഫ്ലേഷനിൽ മെർഡൽ, സ്ട്രീറ്റൻ അങ്ങനെയുള്ള ഇക്കോണമിസ്റ്റ്, അതുപോലെ അതർ ലാറ്റിൻ അമേരിക്കൻ ഇക്കോണമിസ്റ്റും ഫിനോമിനൻ ഓഫ് ഇൻഫ്ലേഷൻ ടു സ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ഓഫ് സ്ട്രക്ചറൽ റിജിഡിറ്റീസ് ജനറലി ഫൗണ്ട് ഇൻ ഡെവലപ്പിംഗ് ഇക്കോണമീസ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ അത് എന്താണ്, സ്ട്രക്ചറൽ റിജിഡിറ്റീസിന് കാരണമാകുമെന്നൊക്കെയാണ് ഈ ഇക്കോണമിസ്റ്റ് ഒക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ തിയറി 1970s തൊട്ടാണ് നിലവിൽ വന്നത്. കാരണം അപ്പർ വേൾഡ് റിസഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമ്മൾ ഇഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷനിൽ ആർക്കൊക്കെ ഈ ഇൻഫ്ലേഷൻ ബാധിക്കുന്നു, ഡെറ്റേഴ്സിന് എങ്ങനെയാണ്, ക്രെഡിറ്റേഴ്സിന് എങ്ങനെയാണ്, ഇങ്ങനെ ഓരോ സെക്ഷൻസിനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ഡെറ്ററെ സംബന്ധിച്ച് അയാൾ കടം കൊടുത്ത ആളാണ്, കടം വാങ്ങിയ ആളാണ് അല്ലെ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ കടം കൊടുത്ത ആളാണ്. അപ്പം കടം വാങ്ങിയ ആള് ഇപ്പൊ 100 രൂപ ഒരാളുടെ നിന്ന് വാങ്ങിയ ആള് 100 രൂപ തന്നെ തിരിച്ചു കൊടുത്താൽ മതി, ഇൻഫ്ലേഷൻ കൂടിയാലും കുറഞ്ഞാലും. അപ്പൊ ഡെറ്റർ ഗെയിൻ ചെയ്യും ഇൻഫ്ലേഷന്റെ സമയത്ത്. ക്രെഡിറ്ററെ സംബന്ധിച്ച് അയാൾ 100 രൂപ കടം കൊടുത്തത് 100 രൂപ തന്നെയൊക്കെ തിരിച്ചു കിട്ടുന്നുള്ളൂ. പക്ഷെ അന്നത്തെ ആ പണത്തിന്റെ വാല്യൂ 90 രൂപ ആവുന്നുള്ളൂ. അപ്പൊ ക്രെഡിറ്റർ ലൂസ് ചെയ്യും. അതുപോലെ ഫിക്സ്ഡ് ഇൻകം ഗ്രൂപ്പിന് ഇൻഫ്ലേഷൻ കൂടിയാലും കുറഞ്ഞാലും ഫിക്സ്ഡ് ഇൻകം തന്നെ ലഭിക്കുന്നുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യാണ്, ലൂസ് ചെയ്യാണ് ഇൻഫ്ലേഷന്റെ ടൈമിൽ. ട്രേഡേഴ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൺ ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഓഫ് ഗുഡിന് കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്, റിയൽ എസ്റ്റേറ്റ് ഹോൾഡേഴ്സിന്, ട്രേഡേഴ്സിന് ഇവർക്കെല്ലാം ലാഭമാണ്. നേരത്തെ ഉണ്ടായിരുന്ന സാധനത്തിന് കൂടിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നു. ഇനി അഗ്രികൾച്ചറിനകത്ത് തന്നെ പല ടൈപ്പ് ആളുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലാൻഡ് ലോഡ്സ്, പെസന്റ് പ്രൊപ്പറേറ്റേഴ്സ്, ലാൻഡ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ഫാം പ്രോഡക്ട്സ് ഹൈ ഇൻഫ്ലേഷൻ വരുമ്പോൾ പ്രൈസ് ഓഫ് ഫാം പ്രോഡക്ട്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവർക്ക് നേട്ടമാണ്. ഗവൺമെന്റിന് അതുപോലെ തന്നെ, ഗവൺമെന്റ് ഒരു ഡെറ്റർ ആണെങ്കിൽ ഗെയിൻ ആണ്, അതൊരു ക്രെഡിറ്റർ ആണെങ്കിൽ ലോസ് ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഡിസ്ഇൻഫ്ലേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫ്ലേഷന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ആളുകളിൽ ഡിസ്കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കുന്നു, സംടൈംസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഫോൾ ഇൻ ഗവൺമെന്റ് ഇൻ മെനി കൺട്രീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഇക്കണോമിക് അല്ല, സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതൊരു ഈ കോൺസിക്വൻസ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇക്കണോമിക്കോ സോഷ്യലോ പൊളിറ്റിക്കലോ മാത്രമല്ല, പല രാജ്യങ്ങളെ തന്നെ അത് ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യേണ്ടത് ഓരോ രാജ്യത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അപ്പോൾ ഓരോ രാജ്യം ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഒക്കെ കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ വെൻ ദർ ഇസ് ഹൈ ഇൻഫ്ലേഷൻ, അപ്പോൾ ഹൈ ഇൻഫ്ലേഷൻ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്, ടൈറ്റ് മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്യും. എന്താ ടൈറ്റ് മോണിറ്ററി പോളിസി? നമ്മൾ നേരത്തെ പഠിച്ച ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ക്യാഷ് റിസർവ്, ഇതെല്ലാം ഹൈ റേറ്റ് ആക്കി വെക്കുന്നതിനെയാണ് ടൈറ്റ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുവഴി എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനാണ് എന്ത് പറയുന്നത്, കോസ്റ്റ്. അപ്പോൾ ദ പോളിസീസ് ആർ ഗിയർഡ് ടുവേർഡ്സ് റിഡക്ഷൻ ഓഫ് ഇൻഫ്ലേഷൻ. അപ്പം ഇങ്ങനെ ഈ ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസിനെയൊക്കെ നമ്മൾ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വെച്ചാൽ ഇൻഫ്ലേഷന് എതിരെയുള്ള പോളിസീസ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്തൊക്കെ രീതിയിലാണ് ഡിസ്ഇൻഫ്ലേഷൻ ചെയ്യാൻ പറ്റുക? ഒന്ന്, ബോറോ ഫ്രം പബ്ലിക്കിൽ നിന്ന് ബോറോ ചെയ്യാം അല്ലെ, നേരത്തെ കൊടുത്തത് തിരിച്ചു വാങ്ങാം. റൺ ഡൗൺ ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ റൺ ഡൗൺ നടത്താൻ, കുറയ്ക്കാൻ പറ്റും. പ്രിന്റ് മണി പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പലരും പ്രിന്റ് മണി മീൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇൻഫ്ലേഷനിലേക്ക് വഴിതെളിക്കുന്നു. അപ്പൊ ഇത്രയാണ്. ഇനി അടുത്തൊരു എന്ന് വെച്ചാൽ സാക്രിഫൈസ് റേഷ്യോ ആണ്. എന്ന് വെച്ചാൽ ദാറ്റ് മീൻസ് വെരി ഓഫൺ വി മെഷർ ദ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇപ്പൊ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഈ സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് പെർസെൻറ്റേജ് ലോസ് ഓഫ് ഔട്ട്പുട്ട്, ഇൻഫ്ലേഷന്റെ ഫലമായിട്ട് എത്ര ഔട്ട്പുട്ട് നമുക്ക് ലോസ് ഉണ്ടായി, ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഡിക്ലൈൻ ഇൻ ഇൻഫ്ലേഷൻ റേറ്റ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ സാക്രിഫൈസ് റേഷ്യോ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇൻഫ്ലേഷൻ എത്രമാത്രം നമുക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. കോൾഡ് ടർക്കി ഓർ ഗ്രാജുവലിസം എന്ന് വെച്ചാൽ
ഇൻ ദ പ്രോസസ് ഓഫ് ഡിസ്ഇൻഫ്ലേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഫ്ലേഷനെ ചെറുത്ത് നിൽക്കാനുള്ള മെഷർ എന്ന് പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നു, വെദർ ദ പോളിസി മേക്കേഴ്സ് ഷുഡ് ഗോ ഫോർ എ റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഇൻഫ്ലേഷൻ റേറ്റ് or they should follow such a policy that reduction in inflation is gradual. The classical economists suggest that disinflation process should be rapid. This strategy is sometimes referred to as cold turkey. അതായത് ഇവിടെ നമ്മൾ ഡിസിൻഫ്ലേഷന് ശ്രമിക്കുമ്പോൾ ഒരു റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഇൻഫ്ലേഷൻ ആണോ നമ്മുടെ പോളിസി മേക്കേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു അല്ലെ. അപ്പൊ അങ്ങനെ റാപ്പിഡായിട്ട് ഇൻഫ്ലേഷനെ ചെറുത്ത് നിൽക്കുന്നതിനെയാണ് കോൾഡ് ടർക്കി ഓർ ഗ്രാജുവലിസം എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു ഗവൺമെന്റ് പോളിസിയാണ്, ഒരു വിസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് പോളിസിയാണ്. അപ്പൊ നമ്മൾ ഇത് ഈ ഭയങ്കരമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആയിരിക്കും ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. താങ്ക് യു.